മെഡിറ്ററേനിയൻ സീയിലേക്കാണ് കേട്ടോ മൂപ്പര ബോട്ട് നിർത്ത് ചാടിയിരിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് കാപ്രി ഐലൻഡിലാണ്. ഇറ്റലിയിലെ നമ്മളെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റലിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായ കാപ്രിയിൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സൊറന്റോന്ന് ഓൾമോസ്റ്റ് 20 മിനിറ്റ് ഫെറി റൈഡ് ഉണ്ട് കേട്ടോ അടുത്തേക്ക്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു 2 hour ബോട്ട് റെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് ചുറ്റി കാണാന്. ബോട്ട് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മളൊരു പിസ ഒക്കെ അടിച്ച് റെഡി ആയി നിന്ന്. കടലിന്റെ അവസ്ഥ കണ്ടിട്ട് ബോട്ട് റൈഡ് ക്യാൻസൽ ആക്കേണ്ടി വരുമോ എന്ന് വരെ നമുക്ക് പേടി ഉണ്ടായിരുന്നു. റൈഡ് തുടങ്ങിയപ്പോ പിന്നെ നമ്മളെ മൂടാകെ മാറി. ചുറ്റിലുള്ള ഭംഗി കണ്ട് അങ്ങനെ നിന്നു പോകും. ഇതാണ് മോണുമെന്റോ അൽ മാരിനിയോ. കാപ്രിന്ന് പോകുന്ന സെയിലേഴ്സിന് സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഈ പ്രതിമ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സെയിലേഴ്സിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല ഓളങ്ങളും കടലിന്റെ സൗണ്ടും ഒക്കെ കൊണ്ട് നല്ല അടിപൊളി ഒരു പവർ നാപ്പ് എടുത്ത് കടൽ വെള്ളത്തിന്റെ മേലേക്ക് പൊങ്ങി നിന്നിട്ടുള്ള ഈ കുന്നുകൾ പോലെയുള്ള ഫാരല്ലോണികളാണ് ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ. മാഷാഅല്ലാഹ്, ഈ കാണുന്നതൊന്നും മാൻമെയ്ഡ് അല്ല കേട്ടോ. നല്ലൊരു സ്പോട്ട് എത്തിയപ്പോ പിന്നെ ഇവര് നേരെ എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കടലൊക്കെ ഇളകി മറിയാൻ തുടങ്ങി. ഇന്നലത്തെ കാറ്റിന്റെയും മഴേന്റെയും ബാക്കിയാന്ന് തോന്നുന്നു. മുറുക്കി പിടിച്ച് പടച്ചോനേ നിങ്ങൾ കാത്തോളീന്ന് പറഞ്ഞുകൊണ്ടേനു ലാസ്റ്റ് 20 മിനിറ്റ്. അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മള് കാപ്രി ഐലൻഡിൽ തിരിച്ചെത്തി ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച്. പക്ഷെ ഹൈനയും കൊണ്ട് ഈ പടികൾ കയറല് വിചാരിച്ചത്ര എളുപ്പമായില്ല. പോണ വഴിക്ക് കുറെ ലെമൺ തോട്ടങ്ങളൊക്കെ ഉണ്ടായിനെ. ലക്ഷറി ഷോപ്പിങ്ങിന് പേര് കേട്ട സ്ഥലമാണ് കാപ്രി. പക്ഷെ സമ്മറിലാണ് ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത്. ഫാരല്ലോണിന്റെ ശരിക്കും ഭംഗി കാണാനായി നമ്മള് കാപ്രിന്റെ മേലെത്തി. എന്ത് ഭംഗിയാണ് അവിടുന്ന് താഴേക്ക് കാണാൻ. അങ്ങനെ അവിടെ വ്യൂകളൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം ആയപ്പോ നമ്മള് തിരിച്ച് സൊറന്റോയിലേക്ക് പോയി. അപ്പൊ ബാക്കി നാളെ.